വിശുദ്ധ ഖുർആൻ വർണ്ണനകൾക്ക് വഴങ്ങാത്ത വിസ്മയമാണ്. പാരായണത്തെ മനസ്സുകൊണ്ട് പിന്തുടരുന്നവന് അത് അനിർവചനീയമായ അനുഭൂതി പകരുന്നു. ഖുർആനിലെ വാക്കുകളിലൂടെയും വരികളിലൂടെയും സഞ്ചരിക്കുമ്പോൾ പ്രത്യേകമായൊരു ആനന്ദം മനസ്സിൽ നിറയും. പ്രപഞ്ചനാഥനോട് വല്ലാത്ത ബഹുമാനം തോന്നിപ്പോകും. മറ്റൊരു ഗ്രന്ഥത്തെയും സമീപിക്കുന്ന ലാഘവത്തോടെയല്ല വിശുദ്ധ ഖുർആനിനെ സമീപിക്കേണ്ടത്. അത് അല്ലാഹുവിന്റെ വചനങ്ങളാണ്. മനുഷ്യന്റെ മനസ്സിനോടും മസ്തിഷ്കത്തോടും വിശുദ്ധ ഖുർആൻ സംവദിക്കുമ്പോൾ അവയുടെയെല്ലാം സൃഷ്ടാവാണ് സംവദിക്കുന്നതെന്ന ബോധം മറ്റേത് ഗ്രന്ഥത്തെ സമീപിക്കുന്നതിനേക്കാൾ ഗൗരവം നമ്മളിൽ രൂപപ്പെടുത്തുന്നു. എല്ലാവരും ഒരേ രീതിയിലല്ല ഖുർആനിനെ അനുഭവിക്കുക. ഓരോരുത്തരും സമീപിക്കുന്ന രീതികൾക്കനുസരിച്ചുള്ള അനുഭൂതികളാണ് അതവരിൽ സൃഷ്ടിക്കുക. സ്വന്തം അസ്തിത്വത്തിന്റെ യാഥാർത്ഥ്യവും ജീവിത അർത്ഥവും മനസ്സിലാക്കാതെ അന്തിച്ചു നിൽക്കുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാനുള്ള വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആരംഭിക്കുന്നത് ചില തിരിച്ചറിവുകൾ നമ്മളിൽ അടിസ്ഥാനപരമായ ബോധ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മഹാപ്രപഞ്ചത്തിന്റെയും അതിൽ താനടക്കമുള്ള കോടാനുകോടി ജീവജാലങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥക്കുള്ള സംവിധാനങ്ങളുടെയുമെല്ലാം സൃഷ്ടാവും നിയന്താവും അധികാരികമായ അജയ്യ ശക്തി. ആ അപാര ശക്തിക്ക് മുമ്പിൽ ഞാൻ എത്ര നിസ്സാരൻ. എന്റെ അസ്തിത്വം തന്നെ അവന്റെ ഇച്ഛ കൊണ്ട് മാത്രം സംഭവിച്ചതല്ലേ. എന്റേതെന്ന് പറയുന്ന ഒന്നും എന്റേതല്ല. അതെല്ലാം അല്ലാഹുവിന്റെ നിശ്ചയത്തിനു മുമ്പിൽ നിശ്ചലമായി പോകുന്ന കഴിവുകൾ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി സ്വരമാധുരിയിലൂടെ പാരായണം ചെയ്യുന്ന ഹാഫിളുകളെയും ഹാഫിളത്തുകളെയും ദീനീ വിജ്ഞാനത്തിൽ അഗാധ ജ്ഞാനം കരസ്ഥമാക്കുന്ന പണ്ഡിതന്മാരെയും പണ്ഡിതകളെയും വാർത്തെടുക്കുക എന്നതിലപ്പുറം ഖുർആൻ 30 ജുസും മനഃപ്പാഠമാക്കി ഇസ്ലാമിക ചിട്ടയോടെ ജീവിക്കുന്നവർക്ക് നാളെ പരലോകത്ത് സ്വർഗപ്രവേശനത്തിന് ശുപാർശയ്ക്ക് അധികാരമുണ്ടെന്ന പ്രവാചക വചനം പുതുതലമുറയിലൂടെ സാധിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2006 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദുആ കോളേജ് എന്നറിയപ്പെടുന്ന ദാറുൽ ഉലൂം ഐനുൽ ഹുദ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വിജയവീഥിയിൽ മുന്നോട്ടു പോവുകയാണ്. പ്രഗത്ഭ പണ്ഡിതൻ അബ്ദുള്ള മൗലവിയുടെ ആഗ്രഹവും ലക്ഷ്യവും അദ്ദേഹത്തിന്റെ മക്കളിലൂടെ സഫലീകൃതമായിരിക്കുന്നു. 200-ലധികം ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി പഠിക്കുന്ന ദീനീ വിജ്ഞാനത്തിന്റെ വ്യത്യസ്ത ശാഖകൾ പഠിപ്പിക്കപ്പെടുന്ന മഹത്തായ ദീനീ വിജ്ഞാന കേന്ദ്രമായി ദുആ കോളേജ് മാറിയിരിക്കുന്നു. 10 വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥിനികൾക്കാണ് ഇവിടെ അഡ്മിഷൻ നൽകുന്നത്. ഗൃഹാതുരത്വം കൈവെടിയാതെ ഹോസ്റ്റൽ ജീവിതത്തിന്റെ മടുപ്പോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടാതെ സന്തോഷത്തോടെയും പരസ്പര സ്നേഹത്തോടെയും ഉല്ലാസത്തോടെയും ഇവിടെ കുട്ടികൾ പഠിച്ച് വളരുന്നു. തികച്ചും ശാസ്ത്രീയമായ രൂപത്തിലും മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെയും കുട്ടികളിൽ അറിവിന്റെ വെള്ളി വെളിച്ചം പകർന്നു നൽകുകയാണ്. പിതാവിന്റെ സ്നേഹവും മാതാവിന്റെ ലാളനയും സഹോദരിയുടെ അനുകമ്പയും സഹോദരന്റെ കരുതലും ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നൽകാൻ ഓരോ അധ്യാപകരും ശ്രദ്ധാലുക്കളാണ്. ഒരുപക്ഷേ ഖുർആൻ ഹിഫ്ള് പഠന കാലഘട്ടത്തിൽ ഈ രീതി സ്വീകരിക്കുന്ന കേരളത്തിലെ അപൂർവം മദ്രസകളിൽ ഒന്നായിരിക്കും ദാറുൽ ഉലൂം ഐനുൽ ഹുദ കോളേജ്. കഴിഞ്ഞ 13 വർഷം കൊണ്ട് മേന്മയുടെ മാതൃകാ ക്യാമ്പസാകാൻ ദുആ കോളേജിന് സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും എല്ലാ പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞു പുതുതലമുറ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഇന്റർനെറ്റിന്റെയും അടിമകളായി മാറി നാടിനും സമൂഹത്തിനും കുടുംബത്തിനും എന്തിനേറെ സ്വന്തത്തിന് പോലും നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ വളർന്നു വരുമ്പോൾ ഓരോ വീടിന്റെയും നൊമ്പരവും ശാപവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മക്കൾ വഴിതെറ്റിപ്പോകല്ലേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചിരുന്ന മാതാപിതാക്കൾ ഇന്ന് സ്വന്തം മക്കളുടെ തെറ്റുകൾ ആരും കാണരുതേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാലം മാറിപ്പോയിരിക്കുന്നു. സ്വന്തം മക്കളുടെ നന്മ ആഗ്രഹിക്കാത്ത രക്ഷിതാക്കളുണ്ടാവില്ല. ഡോക്ടർമാരെയും കൗൺസിലിംഗ് വിദഗ്ധരെയും മാറി മാറി കാണിച്ചിട്ടും കൗൺസിലിംഗിന് വിധേയരാക്കിയിട്ടും ഒരു മാറ്റവും വരാത്ത കുട്ടികൾ
അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇവിടെ മാറ്റത്തിന് തയ്യാറാകുന്നു എന്നത് അത്യന്തം ആഹ്ലാദകരമാണ്. അൽഹംദുലില്ലാഹ്, സർവശക്തനായ അള്ളാഹുവിന് സ്തുതി. 40 ദിവസത്തെ തർബീയത്ത് ക്യാമ്പിലൂടെ ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ അജ്ഞതയുടെ ഇരുളിൽ മുങ്ങിക്കിടക്കുന്ന സമൂഹത്തിന് ഒരു തിരി വെളിച്ചം നൽകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതിനോടൊപ്പം ഇത്തരം ക്യാമ്പിൽ പങ്കെടുക്കുന്ന അധികം വിദ്യാർത്ഥിനികളും ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഇവിടെ നൽകപ്പെടുന്ന ഖുർആൻ ഹഫ്ള് കോഴ്സിലേക്ക് മാറാൻ തയ്യാറാകുന്നു എന്നത് ദുആ കോളേജിന്റെ മേന്മയ്ക്ക് മാറ്റുകൂട്ടുകയാണ്. നൂറാനി ഖായിദ എന്ന ആധുനിക കോഴ്സിലൂടെ വിശുദ്ധ ഖുർആനിന്റെ ശരിയായ ഉച്ചാരണവും പാരായണവും പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടുന്ന ഹഫ്ള് കോഴ്സിൽ മനഃശാസ്ത്രപരവും നൂതനവും ആധുനികവുമായ സംവിധാനത്തിലൂടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തയ്യാറായപ്പോൾ സ്കൂൾ അധ്യയന വർഷം നഷ്ടപ്പെടുത്താതെ ഏകദേശം 3 വർഷം കൊണ്ട് ഖുർആൻ മനഃപാഠമാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, ഹഫ്ള് പൂർത്തിയാക്കുന്ന ദിവസം ഒരു തെറ്റും കൂടാതെ 24 മണിക്കൂറിനുള്ളിൽ അധ്യാപകരെ 30 ജുസും ഓതി കേൾപ്പിക്കുന്ന 100 കണക്കിന് ഹാഫിളീങ്ങളെ വാർത്തെടുക്കാൻ ഇതിനോടകം ദുആ കോളേജിന് സാധിച്ചിട്ടുണ്ട്. ദീനീ വിജ്ഞാനത്തിന്റെ വ്യത്യസ്തമായ ശാഖകൾ പഠിപ്പിക്കുന്ന ശരീഅ കോഴ്സുകളിലേക്ക് മാറ്റപ്പെടുന്ന വിദ്യാർത്ഥിനികളെ സമൂഹത്തിലെ സമുന്നതരായ പണ്ഡിതരാക്കാനും ദുആ കോളേജ് ശ്രമിക്കുന്നു. 6 വർഷം ക്ലിപ്തമാക്കിയ പ്രസ്തുത കോഴ്സ് വിദ്യാർത്ഥികളെ അവരുടെ പാഠ്യവിഷയങ്ങളിൽ ഉന്നതരാക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളായ കല, സാഹിത്യം മുതലായവയിൽ ആഴ്ചതോറുമുള്ള സമാജത്തിലൂടെയും മറ്റും ഉയരാനുള്ള അവസരങ്ങൾ നൽകപ്പെടുന്നു. ശരീഅ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്തുള്ള ഏതു മതസ്ഥാപനങ്ങളിലും ഉപരിപഠനം നടത്താൻ സൗകര്യപ്പെടുന്നു എന്നുള്ളത് ഈ കോഴ്സിന്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് കോട്ടം പറ്റാത്ത രൂപത്തിലാണ് ഇവിടുത്തെ കോഴ്സുകൾ മുന്നോട്ടു പോകുന്നത് എന്നുകൂടി അറിയുമ്പോൾ ദുആ കോളേജ് മേന്മയുടെ മാതൃകാ സ്ഥാപനമായി മാറുന്നു. 10ാം ക്ലാസും +2 കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഡിഗ്രി പാസ്സാകുന്ന രീതിയിൽ ഭൗതിക വിദ്യാഭ്യാസവും നൽകപ്പെടുന്ന രൂപത്തിലാണ് സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. പഠന പുരോഗതിക്ക് അനുയോജ്യവും സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഹോസ്റ്റൽ സജ്ജീകരണങ്ങൾ, മതഭൗതിക വിദ്യാഭ്യാസത്തിന് സാങ്കേതിക സംവിധാനങ്ങൾ, കലാസാഹിത്യ മേഖലകളിൽ സർഗവാസനകൾ പരിപോഷിപ്പിക്കൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് എന്നിവ ദുആ കോളേജിന്റെ പ്രത്യേകതകളാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോഴും വളർച്ചയുടെ ആദ്യ പടിയിലാണെന്നതും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നാഥൻ കനിഞ്ഞു നൽകിയതുപോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും ആത്മാർത്ഥ സേവകരും പരിചയസമ്പന്നരായ മാനേജ്മെന്റും അന്ത്യനാൾ വരെ സർവശക്തൻ നിലനിർത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും കേരളത്തിലെ തലയെടുപ്പുള്ള മദ്രസകളുടെ മുൻനിരയിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നുറപ്പുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളും ഉണ്ടാവണമെന്ന പ്രതീക്ഷയോടെ, ഉണ്ടാകും എന്ന പ്രത്യാശയോടെ